ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റൊരു വെബിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നിസാവ് സാറിന്റെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന സൈക്കോ തെറാപ്പിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികളെ കുറിച്ച് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തു. ബേസിക്കലി ഒരുപക്ഷെ നിങ്ങൾ ഏറെക്കുറെ ആളുകളും വിംബിളിന്റെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന CBTയുടെ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളുകളായിരിക്കാം. അതിനോടനുബന്ധിച്ച് ഓരോ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലും അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള സൈക്കോ തെറാപ്പികളാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് എക്സ്റ്റൻഷൻഷ്യൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഓരോ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്ന് നമ്മളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രതിബദ്ധതയോടുകൂടി തന്നെ ഉണർന്നിരിക്കേണ്ട, അല്ലെ? നമ്മളിപ്പോൾ എത്രയാണോ ഉറങ്ങുന്നത് അതിനേക്കാൾ ഉറക്കം കുറച്ചുകൂടി ജാഗ്രതയോടെ സമൂഹത്തിലേക്ക് ഇടപെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി തന്നെ വിഷയങ്ങളുടെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാഷനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. അതിന് നിരന്തരമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതിന് ഓവർകം ചെയ്യാൻ നമ്മളിലും സമൂഹത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്, അവരിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് എത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കുകയും റിസർച്ച് ചെയ്യുകയും എവിടെന്നാണോ നമുക്ക് അറിവുകൾ കിട്ടുന്നത്, എവിടെന്നാണോ നമുക്ക് നമ്മുടെ സ്കില്ലുകളെ നവീകരിക്കാൻ സാധിക്കുന്നത് അവിടെ പോയി തേടിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ അപ്ഡേറ്റഡ് ആകുമ്പോൾ, നമ്മൾ മെച്ചപ്പെടുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രകാശം നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു മെഴുകുതിരി കത്തിച്ചു വെൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടും വെളിച്ചമുണ്ടാകുന്നത് പോലെ തന്നെ ഓരോ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ വെളിച്ചം വിതറാൻ നമുക്ക് സാധിക്കണം. അതിന് സിൻസിയറായി തന്നെ നമ്മളിലേക്ക് തന്നെ ആദ്യം തിരിയുക, നമ്മളെ മെച്ചപ്പെടുത്തുക, നമ്മൾ കൂടുതൽ അറിവും കഴിവും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ കരുണയും സ്നേഹവും ഒക്കെ അടങ്ങുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. നമ്മളിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് നമുക്ക് നല്ല രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളുടെ വിഷനോ മിഷനോ ഒക്കെ ആകണം. നമുക്ക് ഓരോരുത്തർക്കും നല്ല ഗോളുകൾ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള നമ്മളെ തേടി വരുന്ന അതല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന, അല്ലെ, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ എന്തായിരുന്നാലും സന്തോഷം പറയാൻ ആരും വിളിക്കില്ലല്ലോ. നമുക്ക് അവരെ മെന്റൽ ഇൽനെസ്സിൽ നിന്ന് മെന്റൽ വെൽനെസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അവരുടെ പ്രയാസങ്ങളെ മാറ്റി അവിടെ പോസിറ്റീവ് എനർജി നമുക്ക് നിറയ്ക്കാൻ സാധിക്കണം. അവർക്ക് പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റണം. അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളെ കവരാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ആദ്യം നല്ല മനുഷ്യനാവണം. നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. നമ്മളിലേക്ക് തന്നെ നമ്മൾ തിരിയണം. നമ്മളെ നവീകരിക്കുക, നമ്മളെ മെച്ചപ്പെടുത്തുക, നമ്മളെ സംസ്കരിക്കുക. അതിലൂടെ നമുക്ക് ചുറ്റുമുള്ളവരെ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നത്തെ എക്സിസ്റ്റൻഷ്യൽ തെറാപ്പി ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നിസാവ് സാറാണ് ഇന്നത്തെ സെഷനിൽ ഇവിടെ ലീഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്.
ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാവ് സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നിസാവ് സാർ, പ്ലീസ്. Thank you. Hello, good evening. Good evening, sir. എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? നമ്മുടെ ഈ ഒരു എന്താണ് പറയൂ, എന്താണ് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടോ? നാട്ടിലെ നല്ല നല്ല വിഷയങ്ങളാണല്ലോ ഉള്ളത് അല്ലെ, ചർച്ച ചെയ്യാനും. അപ്പോ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് ഇൽനെസ് ആണ്. അത് വെൽനെസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എന്തായാലും നടക്കില്ല. കാരണം ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ, അല്ലെ ഒരാൾ നമ്മളോട് സങ്കടം അല്ലെങ്കിൽ പറയാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്, എന്താണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് സെഷനിൽ പോലും കൺഫ്യൂഷൻ ആകുന്ന നമ്മളെ പോലുള്ള ആളുകളുണ്ട്. എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് തെറ്റായി നടക്കുന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയുന്ന ആളുകൾ, അവരെ ചുറ്റുപാടുള്ള ആളുകൾ എല്ലാവരും വഴി തെറ്റി നടക്കുന്ന ഒരു സാഹചര്യമാകുമ്പോൾ നമുക്ക് എന്താണ് നിശബ്ദമായി നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു നോക്കി നിൽക്കാൻ പറ്റിയൊരു, അല്ലെങ്കിൽ പെട്ടുപോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ ഒരു സമയം. കാരണം മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചെയ്തു കൊടുക്കാം, എനിക്ക് അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു തോട്ട് ഉള്ളത് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാറ്. കാരണം സ്വന്തം വിശ്വാസങ്ങൾ, പ്രവർത്തനങ്ങൾ, നമ്മളെന്താണ് ഒരാളും പൂർണ്ണതയില്ല ഒരു മേഖലയിലും. ഞാൻ പൂർണ്ണനാണ് അല്ലെങ്കിൽ നിങ്ങൾ അപൂർണനാണ് എന്ന് പറയുന്ന ഒരു തിയറി വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം. കാരണം നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒറ്റയ്ക്കില്ലെങ്കിൽ കുറഞ്ഞ ആളുകളൊക്കെ കൂടി നമ്മൾ പുതിയതായിട്ടൊരു CBT ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഒരു ബാച്ച് വന്നു. അതിൽ വളരെ നല്ല രീതിയിൽ കേസുകൾ ഡിസ്കഷൻ, എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് ആളുകളുടെ ചിന്തകൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്യുണ്ടായി. കാരണം അതേപോലെ ആവണം. കാരണം ഇനി ആ ഒരു ടീം, ഇപ്പോൾ ഒരു വിംബിൾ എന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ സമൂഹത്തിന്, ആ സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ അതിലൊരു ചെറുതായിട്ടൊരു ഇൻവോൾവ്മെന്റ് മാത്രമേ ഉണ്ടാകും പോലും നമുക്ക് സന്തോഷിക്കാം. ഞാനും ആ ഒരു സംഘടനയിൽ, അല്ല പാർട്ടിയിൽ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമുക്കൊരു ദിവസമെങ്കിലും കിടന്നുറങ്ങാം. ആ രീതിയിലായിരിക്കട്ടെ നമ്മുടെ ഒരു മുന്നോട്ടുള്ള ജീവിതവും പ്രവർത്തനവും ഒക്കെ. ഓക്കെ, നമ്മുടെ ഒരു പുതിയൊരു ആഴ്ചയിലെ ഈ ഒരു സൈക്കോ തെറാപ്പിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തെറാപ്പിയുമായിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷ്യൽ സൈക്കോ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളവരൊക്കെയാണ്. എങ്കിൽ പോലും ഈ ഒരു തെറാപ്പിയുടെ ഓവറോൾ നമുക്ക് എന്താണ് അറിയേണ്ടത്? അതായത് ഒരു മനുഷ്യൻ, വാട്ട് ഐ ആം ഗോയിങ്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, വാട്ട് ഐ ആം തിങ്കിങ്, ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, അതേപോലെ തന്നെ വാട്ട് ഐ ആം ഡൂയിങ്, ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെ വാട്ട് യുവർ മീൻ മൈ ലൈഫ്, എന്താണ് എൻ്റെ ജീവിതത്തെ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ഇതാണ് ഈ ഒരു എക്സ്റ്റൻഷൻ സൈക്കോ തെറാപ്പിയിൽ പ്രധാനമായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഈ ഒരു തെറാപ്പി കൊണ്ടുവന്നിട്ടുള്ളത് 1909 പിന്നെ ഈ ഒരു ഹ്യൂമനിസ്റ്റിക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാൾ റോജേഴ്സിന്റെ അതിൽ നിന്നും പാർട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം പൂർണ്ണമായിട്ടൊരു തെറാപ്പിയിലേക്ക് വന്നിട്ടുള്ള റോളോ മൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ ഒരു തെറാപ്പിയുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ആദ്യം ഒരു എലോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ നിന്ന് ഇൻസ്പയർ ആയി അദ്ദേഹം നിന്നും പൂർണ്ണമായിട്ട് എന്താണ് ഇത് മനുഷ്യ സമൂഹത്തിലേക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാളെ എങ്ങനെ സ്വന്തം മനസ്സിലായി കൊടുക്കാം, അയാളെ ലൈഫിൽ ഏതൊക്കെ പ്രയാസങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നുണ്ട്, അത് അയാളെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ഡിസിഷനാണ് ഈ ഒരു എക്സ്റ്റൻഷൻ സൈക്കോ തെറാപ്പി എന്ന ഒരു ഈ ഒരു പാർട്ടിലേക്ക് അദ്ദേഹം എത്തിക്കപ്പെട്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു തെറാപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഈ ഒരു തെറാപ്പി പ്രധാനമായിട്ടും പറയുന്ന ഒരു മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് തന്നെയാണ്. വളരെ റെലവെന്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ആളുകളും
നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ്. അതായത് പ്രധാനമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് ഫ്രീഡം അയാൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്, അതായത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഒറ്റപ്പെടൽ, അതേപോലെ വേദന അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള എപ്പോഴുമുള്ള ചിന്തകൾ, ഇതൊക്കെ മൊത്തത്തിൽ അടങ്ങിയിട്ടുള്ള ഒരാളെ ജീവിതത്തിൽ നിന്നും എന്താണ് എല്ലാത്തിനെയും വേർതിരിച്ച് ഇതാണ് ഫ്രീഡം, ഇങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്, ഇതാണ് മരണത്തെക്കുറിച്ച് ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒറ്റപ്പെടുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ആ കാരണങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ഫാമിലിയുമായിട്ടോ നിങ്ങളുടെ എൻവിറോൺമെന്റുമായിട്ടോ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിന്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. ഇത് ബേസ് വെച്ചിട്ടാണ് ഈ ഒരു തെറാപ്പിന്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് സെൽഫ് എക്സ്പ്ലോറേഷൻ തന്നെയാണ്. അത് ഒരു ആത്മനിയന്ത്രണം, അന്വേഷണം എന്നൊക്കെ ഇതിൽ പറയും. അപ്പോ ഒരാളുടെ ജീവിതത്തിൽ സ്വയം ലൈഫിലേക്കൊന്ന് ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് കുറേ തെറാപ്പികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒന്ന് എന്താ കൊടുക്കണം, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു എക്സ്റ്റൻഷ്യൽ തെറാപ്പിയുടെ ഒരു ഉദ്ദേശം, ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം ലൈഫിലേക്ക് ഒന്ന് എത്തി നോക്കാൻ നമുക്ക് അയാളെ കൊണ്ട് സാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫിൽ ഏറ്റവും വലുത് അയാൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതായിരിക്കും. അയാളുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ, അയാൾ ലൈഫിൽ എന്താണ് ഇത്രയും കാലം നേടിയിട്ടുള്ളത്, ആ നേടിയത് അയാൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, അതേപോലെ തന്നെ എന്താണ് അയാളെ ഈ ഒരു ഫ്രീഡം, അതായത് ചില സമയങ്ങൾക്ക് അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. സാധാരണ ഒരു കുടുംബത്തിലൊക്കെ ഒരു പെൺകുട്ടി പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ആദ്യ ദിവസങ്ങളിലും മാസങ്ങളൊക്കെ കുട്ടി വളരെയധികം സൈലന്റ് ആവുന്നു. അതേപോലത്തെ ഭർത്താവിന്റെ വീട്ടുകാരെ അനുസരിച്ച് ജീവിക്കുന്നു. അതങ്ങനെ കുറച്ച് സ്ട്രിക്റ്റും ആ ഒരു ഫാമിലിക്ക് അത് അടുക്കാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരാളുടെ ജീവിതം അങ്ങനെ പോവുകയാണെങ്കിൽ അയാളുടെ ഫ്രീഡം അവിടെ തകരുകയാണ്. ലൈഫിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവുക, അതുപോലും സ്വന്തം എടുക്കാൻ പറ്റാത്ത ഒരു ഡിസിഷൻ ചില ആളുകൾക്ക് ഉണ്ടാവും. അതൊക്കെ നമ്മളെ ഫാമിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡൈവോഴ്സ് കേസുകൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് കേസുകളൊക്കെ വരുന്നത് ഈ ഒരു ഇത് കൊണ്ട് തന്നെയാണ്, ഫ്രീഡം ഇല്ല എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ സ്വന്തമായിട്ടുള്ള ഈ ഒരു പർപ്പസ്, അതായത് എന്താവശ്യത്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവർക്ക് ലൈഫിൽ ഉണ്ടാവില്ല. ആ ഒരു ലൈഫിലേക്ക് നമ്മൾ പരമാവധി ഇങ്ങനത്തെ ആളുകളെ മനസ്സിലാക്കി ഒരു നല്ല രീതിയിൽ ഗോൾ സെറ്റിങ്സ് ആക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പിയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് എക്സ്പ്ലോറേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല, അതേപോലെ ഒരു ദിശയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, പിന്നെ എനിക്ക് ആരാ ഉള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഒരു തെറാപ്പി നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതേപോലെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അതായത് അസ്തിത്വ ആശങ്ക എന്നൊക്കെ പറയും. പക്ഷെ അത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ആളുകൾക്ക് ഒരു അഡോപ്റ്റഡ് ആയിട്ട് വന്ന ഫാമിലി എന്നുള്ളൂ. കാരണം ആ കുട്ടിക്ക് ചിലപ്പോൾ ശരിക്കും അച്ഛനും അമ്മയും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ഞാൻ വളർത്തു മകനാണ് എന്നുള്ളത്. അതിനുശേഷം കുട്ടി ചിലപ്പോൾ ഒരുപാട് ഇറിറ്റേറ്റഡ് ആവുന്നു അയാള്. കാരണം ഞാൻ എവിടെയോ എൻ്റെ ഒരു അസ്തിത്വം ഇല്ല, എനിക്ക് ശരിക്കും ഒരു അച്ഛനും അമ്മയും ഇല്ല. അങ്ങനെ പോകുന്ന ആളുകൾക്ക് വളരെയധികം നിരാശാബോധനമായി പുതിയൊരു ലൈഫിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. പെട്ടെന്ന് സുപ്രഭാതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്? ചിലപ്പോൾ അവർ വർഷങ്ങൾക്ക് ശേഷം ഒരു കാര്യങ്ങൾ പാർട്ടിയിലോ, ഓ നീ അയാളുടെ വളർത്തുമകനാണല്ലേ, എങ്ങനെയൊക്കെ ഉണ്ട് കാരണം അത് എടുത്ത് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് പുറത്തേക്ക് വരികയാണ്. കാരണം എനിക്ക് ആരുമില്ല, എനിക്കൊന്നും ഇനിയിപ്പോ ഈ ലൈഫിൽ കൊണ്ടുപോവാനില്ല എന്നുള്ളത്. ആങ്സൈറ്റി, പലതരത്തിലുള്ള ആങ്സൈറ്റി ലെവൽ നമ്മൾ കാണാറുണ്ട്. കാരണം ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ഉദ്ദേശവും ഒരു വ്യക്തതയില്ലാത്ത പലതരത്തിലുള്ള ആങ്സൈറ്റി ഓരോരുത്തരെ ചെയ്യും. കാരണം എന്താണ് എനിക്ക് ഒരു ആശങ്ക ഉള്ളത്, എന്താണ് ഒരു ഉത്കണ്ഠ എനിക്കുള്ളത്, കാരണം ലൈഫ് ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയോ ലൈഫിൽ വരാൻ പോകുന്നു, എന്തൊക്കെയോ എൻ്റെ മനസ്സിലൂടെ കടന്നു, പക്ഷെ എന്തിനും ഒരു വ്യക്തതയില്ലാത്ത ഒരു രീതി. അതേപോലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹൈ ലെവലിൽ ഡിപ്രസീവ് പല കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും ഡിപ്രഷൻ ആവും. അത് അവരിലെ ഉള്ളിലൂടെ നമ്മൾ ഇറങ്ങി ചെന്നിട്ട്
അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. പിന്നെ തനാറ്റോഫോബിയ എന്നുള്ളത് മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമാണ് തനാറ്റോഫോബിയ എന്ന് പറഞ്ഞത്. അതായത് എനിക്ക് മരണം എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ മരിച്ചു പോകും എന്നുള്ള ചിന്ത. ചില ആളുകൾ നമ്മൾ പൊതുവായിട്ട് ഈ OCD-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ കൂടുതലായിട്ടും ഇവർക്ക് എന്താണ് ഒരു പിന്നെ ഒബ്സഷൻ കൂടുതലായിട്ട് വരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഇവർക്കും ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ ലൈഫിൽ ഇനി ഒന്നുമില്ല, കാരണം മരണത്തെ ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്തകൾ. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഐസൊലേഷൻ ലോൺലിനെസ് എന്ന് പറയുന്നത്. കുടുംബത്തോടോ അല്ലെങ്കിൽ സമൂഹത്തോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അതൊരു ഇൻട്രോവേർട്ടഡ് ക്യാരക്ടർ. അത്യാവശ്യം കുടുംബത്തിലെ ആളുകൾ മാത്രം സംസാരിക്കുന്നു, അത്യാവശ്യം പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ഫ്രണ്ട്സുകൾ, അല്ലെങ്കിൽ എന്താണ് സോഷ്യലായിട്ട് കൂടുതലായിട്ട് ആളുകളൊന്നുമില്ല എന്നുള്ള അങ്ങനത്തെ ആളുകൾക്കും ഈ ഒരു തെറാപ്പി നമുക്ക് വളരെ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേസുകൾ അറ്റൻഡ് ചെയ്യുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പോൾ ഈ ഒരു കാരണം അവരെ മൂഡ് ഡിസോർഡർ, ഇമോഷൻസ് റെഗുലേഷൻസ്, ഇപ്പോഴത്തെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പല കേസുകളും നമ്മൾ സൈക്കോളജി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഈ കൊല ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ റെഗുലേഷൻസ് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് അവരെ മനസ്സിൽ കൊടുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു സിറ്റുവേഷൻ അവർക്ക് വരികയാണ്. ഈ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്ന എൻ്റെ കാഴ്ചപ്പാടിലാണ് ട്ടോ ഞാൻ പറയണത്. കാരണം ഈ ഒരു പല കേസുകൾ ഞാൻ അറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെ വെച്ച് നോക്കാം. കാരണം അവരെ മനസ്സിൽ എന്താണ് ഒരുപാട് ചെറുപ്പത്തിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ കാരണം അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ആ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് വന്നത് ചിലപ്പോൾ ഒരു മയക്കുമരുന്നായിരിക്കാം, ചിലപ്പോൾ ഒരു സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കാം. അങ്ങനത്തെ പല റീസൺ കൊണ്ടും ഇങ്ങനത്തെ ആളുകൾക്ക് ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതും അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഐഡന്റിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾക്ക്, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗെയ് എന്ന് പറയുന്ന ആളുകളൊക്കെ അല്ലേ, അങ്ങനത്തെ ചില ആളുകൾ ടീമിൽ ഐഡന്റിറ്റി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അവർക്കൊക്കെ സമൂഹത്തിൽ നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഐഡന്റിറ്റി ഇങ്ങനെയാണ്, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്, സ്വന്തം സെൽഫായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ PTSD പോലുള്ള ട്രോമ അല്ലെങ്കിൽ അബ്യൂസ് നടന്നിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ട്രോമ കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തെറാപ്പി വഴി. പിന്നെ അഡിക്ഷൻ റിക്കവറി, പിന്നെ ഈ ഒരു മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അഡിക്ഷനുമായിട്ട് കൂടുതലായിട്ട് സ്ഥിരമായിട്ടൊരു ഫാമിലി ഒരാൾ കള്ള് കുടിച്ചിട്ടുള്ള ഒരാൾ സ്ഥിരമായിട്ട് അയാൾ ഉപയോഗിച്ച് നിർത്തി കഴിഞ്ഞാൽ അയാൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ റോഡിൽ തുണിയില്ലാതെ നിർത്തുന്ന പോലെയാണ് അയാൾ. കാരണം അയാളുടെ ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങൾ, പണ്ടത്തെ ഏതെങ്കിലും കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും ഇമോഷണലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അയാൾ വീണ്ടും പഴയ പ്രശ്നത്തിൽ ആ ഒരു യൂസേജിലേക്ക് വീണ്ടും പോകും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അയാളുടെ ഉള്ളിലെ പ്രയാസങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നീട് ഒരിക്കലും അതിലേക്ക് പോവില്ല. പിന്നെ ക്രോണിക് ഇൽനെസ് എന്ന് പറയുന്നത് ക്രോണിക് ഇൽനെസ് എന്ന് പറഞ്ഞാൽ സൊമാറ്റോഫോം ആയിട്ടുള്ള പലതരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളുള്ള ആളുകൾക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എന്തെങ്കിലും സർജറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് ലൈഫിൽ ചിലപ്പോൾ ഈ ഒരു PTSD പോലെ ഉള്ള ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു തെറാപ്പി വളരെ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് റിട്ടയർഡ് നമ്മളെ വീട്ടിൽ കിടക്കുന്ന അച്ഛനും അമ്മയും നമ്മളൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ലോകത്തായിരിക്കും. പക്ഷെ അവരുമായിട്ട് കുറഞ്ഞ സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ലൈഫിൽ ഒരു പ്രതീക്ഷയും ഉണ്ടാവില്ല. അങ്ങനെ ദിവസം ഇങ്ങനെ കടന്നു പോവായിരിക്കും. ജെറിയാട്രിക് ഇഷ്യൂസ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. കുറെ ആളുകൾ വൃദ്ധസദനത്തിലാക്കുന്നു. ചില ആളുകൾ പാരന്റിന് വീട്ടിൽ തന്നെയാണെങ്കിൽ പോലും അവരെ ആവശ്യങ്ങളൊക്കെ നടത്തുന്നു. പക്ഷെ കമ്മ്യൂണിക്കേഷനും അവർക്ക് കൊടുക്കേണ്ട കെയർ ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് പ്രധാനമായിട്ടും ഒരു ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും, ചിലപ്പോൾ വീണ് എല്ലൊക്കെ പൊടിയും. പക്ഷെ ഇതൊക്കെ റീസൺ എന്തായിരിക്കും? ഒരു മെന്റൽ ഇൽനെസിന്റെ പ്രയാസങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഏരിയ നമുക്ക് ഏകദേശം ഒരു തെറാപ്പി എല്ലാ ഭാഗത്തും ഉപയോഗിക്കാൻ തന്നെ പറയാം. അപ്പോൾ ഇങ്ങനത്തെ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷ്യൽ തെറാപ്പി വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ള അർത്ഥം. ഇതുവരെയുള്ള ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ ഈ ഒരു കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ
ഒരു ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതായത് ഈ ഒരു തെറാപ്പി കൊണ്ട് ഒരാളുടെ ലൈഫിൽ നമ്മളൊരു സ്വതന്ത്രമായിട്ട് അയാളെ ജീവിക്കാൻ പഠിക്കുക. ചില നിമിഷങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അയാൾക്ക് പ്രധാനമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായി കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ എന്താണ് അയാളെ പുറത്തേക്ക് കൊണ്ടുവരിക, അർത്ഥമുള്ള ഒരു ജീവിതത്തിലേക്ക് അയാൾ എത്തിക്കുക. പിന്നെന്താണ് പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുമ്പോൾ ഏതൊക്കെ ഡിസിഷൻ ആണ് അയാളെ ലൈഫിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ ഇതില് നമ്മൾ സാധാരണയായിട്ട് പിന്നെ എല്ലാ ഒരു തെറാപ്പിയിലും കുറെ ഡിസ്റ്റോർഷൻസ് ഉള്ള ആളുകളുണ്ടാവും. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളുള്ള ആളുകളുണ്ട്. അപ്പൊ ആളുകൾക്ക് ഇങ്ങനത്തെ ആളുകളെ നമുക്ക് എന്താണ് പ്രധാനമായി ഒരു തെറാപ്പി വെച്ച് നമുക്ക് കുറച്ചുള്ള ഉള്ള പ്രശ്നമുണ്ട്. അതായത് ഇവർക്ക് അൺകോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും എന്താണ് മരണത്തോടുള്ള ഒരു ഭയമായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ എന്താ അനാവശ്യമായിട്ടുള്ള ഒരു ആത്മഹത്യ പ്രവണതകളുള്ള ആളുകൾ ഈ ഒരു എന്താണ് നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ഒരു ഡിസ്പയർ, അതായത് നിരാശ, ലൈഫ് ലോങ് എന്തായാലും ഒരു നിരാശ മാത്രം കൊണ്ടുവന്ന ആളുകൾ. അതേപോലെ സെപ്പറേഷൻ ആങ്സൈറ്റി, പലതരത്തിലുള്ള ആങ്സൈറ്റികൾ ഉണ്ട്. അതിൽ നിന്നാണ് വ്യത്യസ്തമായി കിടക്കുന്ന ചില ആങ്സൈറ്റികൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എന്താണ് ലോങ്ങിങ് ഓഫ് കണക്ഷൻ എന്ന് പറയുന്നത്, ബന്ധത്തിനായിട്ടുള്ള ചില ഒരു ആഗ്രഹം. അതായത് ചില ആളുകൾക്ക് പല രീതിയിൽ ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം മീൻസ് എന്താണ്, എനിക്ക് നല്ല രീതിയിൽ കുടുംബം നോക്കണം, എനിക്ക് ആ കുടുംബം എന്നോട് ഈ ഒരു രീതിയിൽ പെരുമാറാൻ പറ്റി, കൂടുതലായിട്ട് ഇമോഷൻസ് കഴിയണം. ചില ആളുകൾക്ക് എന്താണ് ചില സങ്കടം, ചില കാര്യങ്ങളൊക്കെ പറയും പെട്ടെന്ന് സങ്കടം വരുന്നു. ചില പെട്ടെന്ന് എന്താണ് കുടുംബത്തിലാണെങ്കിൽ പോലും അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിന്റെ ഒരു എന്താണ് ഇമോഷൻസ് പ്രോബ്ലംസ് ആണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് ഇവർ നെഗറ്റീവായിട്ട് എപ്പോഴും എന്താണ് മനസ്സിൽ എന്താണ് എനിക്ക് എപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ഒരു മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ട്രഗിൾ വിത്ത് ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇവര് ഒരു പ്രയാസങ്ങളോടുള്ള ഒരു പോരാട്ടമായിരിക്കും ഇവര്. അത് മീൻസ് ഇവര് വിചാരിക്കുകയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോവല്ലോ, എനിക്ക് മാത്രം എന്താണ് ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും വരുന്നത്, ആ ഒരു ചിന്തയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്താണ് അവർ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. കാരണം അവരെ ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നും ജനിച്ച അന്ന് മുതൽ ചിലപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചു വരുന്നവരായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ എന്താണ് കൂടുതലായിട്ടും ഈ ഒരു ചിന്ത വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് പിന്നെ ഈ ഒരു പിന്നെ ഫീലിംഗ് സ്റ്റക്ക് ഓഫ് ക്ലോസ്ട്രോഫോബിക് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ പെട്ടുപോയി അല്ലെ കുടുങ്ങിപ്പോയി എന്നുള്ള ഒരു ചിന്ത. കാരണം എങ്ങനെയെങ്കിലും ഒരു പ്രശ്നത്തിൽ, ഇത് പ്രത്യേകിച്ച് സാധാരണയായിട്ട് ഒരു ഫാമിലി കേസുകളിലാണ് ഉണ്ടാവുക. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഭർത്താവ് ആൺകുട്ടി വിചാരിക്കുകയാണ് ഞാൻ ഇവളുമായി കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി, എനിക്ക് ഇനി ഇത് ഒഴിവാകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് അയാളും ചിന്തിക്കുകയാണ് ഇയാളുടെ ഫാമിലി വന്നതിന് ശേഷമാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഒന്നും നടക്കാഞ്ഞത്, മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ക്ലസ്ട്രോഫോബിക് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഫിയർ ഓഫ് നീഡ്സ് നോട്ട് ബീങ് മെറ്റ് എന്ന് പറയുന്നത്, തൻ്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവും. കാരണം എൻ്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാനൊന്നും ആരുമില്ല, എല്ലാത്തിനും ഞാൻ തന്നെ മെനക്കെടണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും കിട്ടാത്തൊരവസ്ഥ ആകുമ്പോൾ അവർ എന്താണ് ചിലപ്പോൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ കാണിച്ചു കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒറ്റപ്പെടലിന്റെ ചില പ്രശ്നങ്ങൾ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ഞാൻ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചു, അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോകും. അതുകൊണ്ട് എന്താണ് അവർക്ക് ധൈര്യം ഉണ്ടാവില്ല, ഒരു റിലേഷൻഷിപ്പിലും അവർക്ക് പോകാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഒരു ട്രസ്റ്റിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും എന്താണ് ഒരു അവോയ്ഡൻസ്, മറ്റുള്ളവർ ഡിസ്കണക്ഷൻ ചെയ്യുക, അങ്ങനത്തെ, അതേപോലെ തന്നെ വേർപിരിയുക, ഇങ്ങനത്തെ എപ്പോഴും എന്താണ് അവരുമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇവരെ ചിന്തകൾ എപ്പോഴും എന്താണ് ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ ഇവർക്ക് പ്രധാനമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, എപ്പോഴും ഇവരിങ്ങനത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞാൻ എന്തിനാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾ നമ്മളോട് പറയാം, അല്ലെ കുടുംബത്തിന് ഞാൻ എന്നൊരാൾ ഒരു കുടുംബത്തിൽ ഉണ്ട് എന്നുള്ള ചിന്ത പോലും നിങ്ങൾ ആരും കരുതാറില്ല എന്നുള്ളത് ചില ആളുകൾ സങ്കടത്തോടെ പറയാറുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിലൊക്കെ അറിയാം. അങ്ങനത്തെ ആളുകളൊക്കെ എന്താണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പൊസിഷൻ ഓഫ് ഡിസ്റ്റോർഷൻസ് ഇങ്ങനത്തെ ഈ ഒരു തെറാപ്പി, എക്സ്റ്റൻഷൻ തെറാപ്പിന്റെ കണക്റ്റഡ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യത. കാരണം ഈ ഒരു തെറാപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയിപ്പോ ഇതില് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇതിൽ തെറാപ്യൂട്ടിക് അലയൻസ്, ഇതിൽ നമുക്ക് എന്താണ് എന്ന് ഒരു ആസ് എ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് എന്താണ് ഈ ഒരു മേഖലയ്ക്ക് എന്താണ് റോള് എന്നുള്ളത്. അതായത് സ്വന്തമായിട്ട് ജീവിത പ്രതിസന്ധികൾ ഉള്ള ആളുകൾക്ക് എന്താണ്, അല്ലെങ്കിൽ വ്യക്തികൾ ഒരുപാട് നമ്മളെ മുമ്പിൽ വരും. കാരണം സ്വയം വിഷയങ്ങളായിരിക്കില്ല അവരെ മുമ്പിൽ ഉണ്ടായത്, അല്ലെങ്കിൽ അവൻ അത് ചെയ്തു, അല്ലെങ്കിൽ അവളെ കൊണ്ട് ആ പ്രശ്നം ഞാൻ അനുഭവപ്പെടുന്നു, അല്ലെ എൻ്റെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെ കുട്ടികൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ആ ഡിപ്രസീവ് അവസ്ഥയ്ക്ക് എന്താണ് ബിഹൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു റീസൺ എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടായിരിക്കും കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ നമുക്ക് എന്താ അവരെ റിയലൈസ്, അതായത് അവരെ എന്താണ് അവർക്ക് കാര്യങ്ങൾ നമ്മളോട് പറയാനുള്ളത്, അത് ഒരുമിച്ച് നിന്ന് പങ്കുചേരുക എന്നുള്ളതാണ്. അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് നോൺ ജഡ്ജ്മെന്റലായി കേട്ടിട്ട് അതിൽ നിന്ന് പിന്നെന്താണ് അവരൊരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് എല്ലാത്തിലും, നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അതായത് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ എന്താണ് ആ തീരുമാനം എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആപ്റ്റ് ആവുന്ന കാര്യം നിങ്ങൾക്ക് തന്നെയാണ് പറ്റുക. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തിൽ നിന്ന് എന്താണ് മാറാനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു തെറാപ്യൂട്ടിക് അലയൻസ് വെച്ച് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓവറോൾ പറയുകയാണെങ്കിൽ എന്ത് പ്രശ്ന സൊല്യൂഷൻ അവരിൽ നിന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു മോട്ടിവേഷൻ എന്നുള്ളത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടൂൾസ് തന്നെ പറയാം. ഈ ഒരു ടൂൾസ് വെച്ചിട്ടാണ് ഈ ഒരു തെറാപ്പികൾ പോണത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ടൂൾസുകൾ പലതരത്തിലുള്ള പല അസസ്മെന്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ പ്രധാനമായിട്ടുള്ളൊരു കണ്ടന്റ് വെച്ചിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഒരു തെറാപ്പിയാണിത്. അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ പോലെ തന്നെ ഒരു അത്രയും സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ പോലും എന്താണ്, കാരണം ഒരു വൺ വേയിൽ കൂടെ ഒരൊറ്റ യാത്ര കൊണ്ട് 1-2 സെഷന് കൊണ്ട് ആളെ ഏകദേശം ഒന്ന് സെറ്റായി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു ടൂള് എന്നത് സെൽഫ് അവയർനെസ് തന്നെയാണ്. അവർക്ക് ഞാൻ ഇത്രത്തോളം മോശക്കാരനാണ്, എനിക്ക് ഇത്ര പരിമിതി മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് എവിടെയും എത്താനില്ല എന്നുള്ള ആളുകൾക്ക് എന്താണ് ഒരു ജീവിതത്തിൽ എവിടേക്ക് പോകാനും എവിടേക്ക് യാത്ര ചെയ്യാനും എന്ത് ചെയ്യാനും ഒരു പരിമിതി ഇല്ല, ഒരു ഫിക്സ് ചെയ്തിട്ട് ലിമിറ്റഡ് ആക്കിയിട്ടില്ല എന്നുള്ളത് ബോധ്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങൾക്ക് ആരുടെ മുമ്പിൽ അവിടെ എടുത്തു പറയാം. അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ആഗ്രഹങ്ങൾ എന്താണ് ആരെയും എന്താണ് തടഞ്ഞു നിർത്താൻ ഈ ഒരു ആരും നിശ്ചയിച്ചിട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം, ഒരു സെൽഫ് അവയർനെസ് അവർക്ക് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പ്രവൃത്തി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നമ്മളെ എന്തിന് ആളുകൾ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോവുമോ എന്നുള്ള ചിന്ത അവിടെ അങ്ങനെയുള്ള ഒരാൾ ബോർഡർ പേഴ്സണാലിറ്റി ആണെങ്കിൽ അവരോട് ചോദിക്കണം, നിങ്ങളെ എന്തിനാണ് ആളുകൾ ഉപേക്ഷിക്കുന്നത്? കാരണം നിങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? ആ ഒരു ചിന്ത എന്താണ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രമാണ്. അതിനെ പറ്റിയുള്ള സൈക്കോ എഡ്യൂക്കേഷൻ പോലെ തന്നെ ഒരു സെൽഫ് അവയർനെസ് അവർക്ക് ഉണ്ടായി കൊടുക്കുക. ഇപ്പൊ രണ്ടാമത്തേക്ക് വന്നാൽ എംബ്രേസ് ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ചില ആളുകൾ ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്റ്റോഷൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അതായത് ഞാൻ ഇങ്ങനെയുള്ള കുടുംബത്തിലാണ് വന്നിട്ടുള്ളത്, കാരണം എനിക്ക് എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ്, എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ചിന്തിക്കാനോ നല്ലൊരു ജോലിക്ക് പോകാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ എന്താണ് ഒന്നും പരിശ്രമിക്കൂല, കാരണം അവർക്ക് ഒരുപാട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഏറ്റവും കാശില്ലാത്ത അല്ലെങ്കിൽ എന്നും അസുഖവുമായിട്ട് വരുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എങ്ങോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ കുടുംബം എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കുക. അതായത് മറ്റുള്ള ആളുകളും നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ എന്താണ് പ്രശ്നങ്ങൾ, ഇവിടെയാണ് നമ്മളെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അവരോട് പറയേണ്ടത്. അതായത് ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വളർന്നിട്ടുള്ള ആളുകൾ ഇന്ന നിലയിൽ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ട ആളായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു പൊസിഷൻ ഇപ്പൊ നിൽക്കുന്നില്ലേ. ഇവിടെ നമുക്ക് സാധാരണ ഒരു തെറാപ്പി സെഷനിൽ നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ സങ്കടങ്ങൾ വെച്ചിട്ട് പോയാൽ ക്ലയന്റ് അങ്ങനെ സ്വീകാര്യമായി കൊള്ളണോ ഇല്ല.
പക്ഷേ ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകത ഈ ഒരു ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കേട്ടറിവോ അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ആക്കെ വെച്ച് ഒരു ക്ലയന്റിനോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവയർനെസ് വേറൊന്നും അവിടെ കൊടുക്കാനില്ല. അത് തന്നെ മതിയാവും അവർക്ക്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഐഡന്റിറ്റിയിലേക്ക് ആൻഡ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് പിന്നെ പ്രധാനമായിട്ട് ഇവർ ഐഡന്റിറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് പിന്നെ ഞാൻ കാണാൻ കൊള്ളൂല, കറുത്തവനാണ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ പാവപ്പെട്ടവനാണ്, ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ആളുകളോട് സംസാരിക്കാൻ ഞാനില്ല, ഇനി ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല എന്നുള്ള കാരണമൊക്കെ എന്താണ് ഇവർക്ക് ഏറ്റവും അതുകൊണ്ട് എന്താണ് ഇവരെപ്പോഴും ഒരു ഏകാന്തതയിലേക്ക് പോകുന്ന ആളായിരിക്കും. ആ ഏകാന്തത എന്താണ് നമ്മൾ മറികടക്കണം. അവർക്ക് എന്താണ് പുതിയ പുതിയ റിലേഷൻഷിപ്പുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. റിലേഷൻഷിപ്പിന്റെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരുമായിട്ട് എന്താണ് നിങ്ങളിപ്പോൾ നിലവിൽ അവർ ഏത് പ്രയാസങ്ങൾ പ്രസന്റ് പ്രോബ്ലം എന്താണ്, അതിനപ്പുറം എന്താണ് നമ്മൾ ഒരിക്കലും ഈ ഒരു തെറാപ്പി കൊണ്ട് പ്രയാസങ്ങളിൽ അവരെ പ്രശ്നങ്ങൾ ചോദിക്കുന്നതിനപ്പുറം എന്താണ് അവരെങ്ങനെയായിരുന്നു മുമ്പ്, അവരെങ്ങനെയാണ് ഇത്രയും വരെ എത്തിയിട്ടുള്ളത്, അതിൽ നടന്നിട്ടുള്ള കഥകളൊക്കെ എന്താ അവരോട് തന്നെ ചോദിച്ചറിഞ്ഞിട്ട് അതിലെവിടെയാണ് അവർ തളർന്നു പോയിട്ടുള്ളത്, ആ തളർച്ചയായിരിക്കാം ഒരു പുതിയൊരു പ്രശ്നത്തിലേക്ക് അവരെ കൊണ്ടെത്തിയിട്ടുള്ളത്. അത് നമുക്ക് കണ്ടെത്താൻ കഴിയണം ഈ ഒരുമായിട്ട് ചർച്ചയിൽ. ആ ചർച്ചയിലൂടെ അവിടെ ആ യാത്രയിലൂടെ ചിലപ്പോൾ അവർ ആരാന്ന് ചിലപ്പോൾ ഒരു ഐഡന്റിറ്റി അവർക്ക് കിട്ടും. അവിടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സ്വന്തത്തൊഴിൽ കത്തെഴുതലായിരിക്കാം, നമുക്ക് ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അതേപോലെ തന്നെ സെർച്ചിങ് ഓഫ് മീനിങ് ആൻഡ് പർപ്പസ്, അതായത് പിന്നെ സ്വന്തത്തോടൊരു ലൈഫിൽ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ് സെർച്ചിങ് ഓഫ് മീനിങ്. കാരണം ഈ ഒരു ഞാൻ എന്താണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ എന്തിനാണ് ഈ ഒരു ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല, പിന്നെ എൻ്റെ ഉറവിടം ഞാൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു കൺഫ്യൂഷനായി സ്റ്റക്ക്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവും ഓരോരുത്തർക്കും. അവിടെ ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു തെറാപ്പി അവരുടെ പ്രശ്നങ്ങൾ ഉറവിടം, അവരുമായിട്ട് എന്താണ് നിലവിൽ അവർക്ക് ആവശ്യങ്ങളുള്ളത്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കും. ഇനിയിപ്പോൾ ഒരു ആങ്സൈറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഒരു അവർ ഇങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ ഈ ഒരു ജീവിതം ഒരു ആങ്സൈറ്റി ലെവലിലാണ് പോണത്. അതായത് എനിക്ക് ഒന്ന് ആസ്വദിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സങ്കടങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിലുള്ളൂ. കാരണം എപ്പോഴും എനിക്ക് എന്തോ സംഭവിക്കാനുള്ള ഒരു ചിന്ത ഇവർക്ക് ഇവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. നോർമൽ ആയിട്ടുള്ള ആങ്സൈറ്റിയെ പറ്റി പറഞ്ഞു കൊടുക്കുക. അതായത് ഹൈ ആയിട്ടുള്ള എന്താണ് ആങ്സൈറ്റി, ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നിലവിലുള്ള ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. അതൊരു ഇൽനെസ് അല്ല, അതൊരു പ്രോബ്ലം അല്ല, അതൊരു പ്രശ്നമല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പോൾ ആറാമത്തേത് ഡെത്ത് ആണ്. അതെൻ്റെ നോൺ ബീങ്, അതായത് മരണം എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം ഇത് ചില ആളുകൾക്ക് വല്ലാത്തൊരു മരണത്തോടുള്ള ഒരു മരണം ഒരു ഭീഷണിയാണ്. കാരണം ഞാൻ എപ്പോഴും മരിച്ചു, ചിലപ്പോൾ അവരുടെ ലൈഫിൽ ചിലപ്പോൾ കൺമുമ്പിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരു ആക്സിഡന്റ് മരിച്ചതാവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയിട്ടുള്ളവരാകെ. അതിനുശേഷം എന്താണ് എനിക്കും അതേപോലെ അസുഖം വന്ന് ഞാനും അതേപോലെ മരിച്ചു പോകും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ ഒരു ചിന്ത കാരണം എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റാത്ത അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും. അങ്ങനത്തെ ആളുകളെ കുറിച്ച് എന്താണ് മരണത്തെക്കുറിച്ച് പറയുക. ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് നമ്മുടെ ലൈഫിൽ. അതൊരു നല്ലൊരു നോൺ ബീയിങ്, നല്ലൊരു വെൽനെസ് ആയിട്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായി. ഈ ഒരു 6 ടൂൾസ് ആണ് ഈ ഒരു തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. സെൽഫ് അവയർനെസ് ഉണ്ടാവണം, ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കണം, അവരെ പോലെ ഐഡന്റിറ്റി റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കൊടുക്കണം, എന്തിനാണ് അവർ ജീവിക്കുന്നത്, എന്തിനാണ് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആങ്സൈറ്റി ലെവൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആങ്സൈറ്റിനെ കുറിച്ച് നമ്മൾ പറയണം. പിന്നെ മരണത്തെക്കുറിച്ച്, അതായത് ഒരു ജീവിത അവസാനമായിരിക്കണം അവിടെയും സന്തോഷത്തോടെ ഇത്രയും പ്രത്യേകിച്ച് ഒരു പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താണ് അവർക്കൊരു ലൈഫിലൊന്നും നേടാനില്ല, ഒക്കെ നേടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുന്ന ഒരു റിട്ടയർമെന്റ് കാലമാണ് അവസാനം, നമ്മൾ ഏജ് ഓഫ് റിട്ടയർമെന്റ് ആണത്. ആ ഒരു റിട്ടയർമെന്റ് കാലത്ത് കാരണം അവർ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ അടുത്ത് ക്ലയന്റ് വന്നാൽ കഴിഞ്ഞു പോയ അവരെ ഒരുപാട് മനോഹരമായ നിമിഷങ്ങളെ കുറിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ആ ഓർമ്മകളായിരിക്കണം മുന്നോട്ടുള്ളവരുടെ ലൈഫ് ഉണ്ടാവും. ഓരോ ദിവസം കടന്നു പോകേണ്ടത്. പുതിയതായിട്ട് നമുക്കൊന്നും ചെയ്തു കൊടുക്കാനും പറ്റില്ല, പുതിയ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല. അപ്പൊ എന്താണ് അവരെ കഴിഞ്ഞു പോയിട്ടുള്ള അവരെ വിവാഹത്തിന് ശേഷമോ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള നമ്മളെ ഈ ഒരു ജേണലിലൊക്കെ ചില ചോദ്യങ്ങളില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ അവരെ കൊണ്ട് നിന്നാണ് മനോഹരമായി അവരെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ
അവരുടെ ലൈഫിൽ എന്താണ് വല്ലാത്തൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം മരണത്തെക്കുറിച്ചുള്ള, കാരണം നാളെ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനത്തെ ആളുകൾ. നാളെ മരണം കാത്തിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ കാത്തിരിപ്പിനെന്ന് നമുക്ക് എന്താണ് ഒരു സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇനിയിപ്പോ തെറാപ്യൂട്ടിക് പ്രോസസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ കൂടുതലായിട്ടും നമ്മൾക്ക് ഈ ഒരു തെറാപ്പി ഒരു നടക്കുന്ന സമയം ആദ്യ സെഷന് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു MSc റിപ്പോർട്ട് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് എന്തായാലും ഏത് കേസിന് നമ്മൾ MSc റിപ്പോർട്ട് എടുക്കും, അവരെ പൂർണ്ണ ഡീറ്റെയിൽസ് എടുക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും, ആ ഒരു കൾച്ചറൽ എന്താണ് ഇൻവോൾവ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം അതിന് ശേഷം നമ്മൾ ക്ലയന്റിന് സ്വന്തം, അതായത് ഞാൻ ഒരു ക്ലയന്റ് ആണെങ്കിൽ, ഞാൻ ഒരാളായിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നെ കുറിച്ച് ആദ്യം പറയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രോസസ്സിങ്. അങ്ങനെയാണ് ഈ തെറാപ്പിന്റെ. അതായത് ഞാനൊരു നിസാബ് എന്ന് പറയുന്ന വ്യക്തി, അതായത് എന്നെ കുറിച്ച് എനിക്ക് എന്തൊക്കെ അറിയാം, ആ ചോദ്യമായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കണം. നിങ്ങളെക്കുറിച്ച്, അതായത് എന്താണ് നിങ്ങളെ പ്രശ്നം അല്ലെങ്കിൽ പ്രയാസം ചോദിക്കുന്നതിന് പകരം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള, അതൊക്കെ ലാസ്റ്റിലേക്ക് ആവുമെങ്കിൽ പോലും അയാളുടെ എന്താണ് സെൽഫ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അയാളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോ ഈ ഒരു പറയുന്ന സമയത്ത് എന്താണ് അയാൾക്ക് ചെറിയ ബുദ്ധിമുട്ട്, സങ്കടങ്ങൾ കൂടുതൽ വരികയാണ്, അയാളെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് അയാളെ കൊണ്ട് ജസ്റ്റ് ആ ഒരു എവിടെ നിന്നാണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക, പുറത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് പുറത്ത് തിരിച്ചു പോവുക. പക്ഷെ സാധാരണ നമ്മൾ എന്താണ് കൗൺസിലിംഗ് എന്തെങ്കിലും റിലാക്സേഷൻ മെത്തേഡുകൾ കൊടുക്കും, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ ഇതെന്താണ്, ഇതിൻ്റെ ആവശ്യം റിലാക്സേഷൻ ഫിസിക്കലി ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. രണ്ടുപേരും കൈപിടിച്ച്, ക്ലയന്റ് ആൻഡ് തെറാപ്പിസ്റ്റ് കൈപിടിച്ച് പുറത്തേക്ക് പോവുക, ജസ്റ്റ് ഒന്ന് കറങ്ങി വരിക, രണ്ടോ വീണ്ടും തിരിച്ച് ഒരു തെറാപ്പി സെഷനിലേക്ക് വരിക എന്നതാണ്. അതാണ് ലൈവ്നെസ് ഇൻ ദ ക്ലയന്റ് എന്ന് പറയുന്നത്. അത് ക്ലയന്റിന്റെ കൂടെ നമ്മൾ ലൈവായിട്ട് അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു തെറാപ്പിസ്റ്റ്, ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആൻഡ് റോൾ. ഏതൊരു ഈ കാര്യം ചർച്ച ചെയ്യുമ്പോഴും പിന്നെ എന്ത് കാര്യം അവർ നമ്മളോടായപ്പോഴും ഒരു സമയം 1 മണിക്കൂർ നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ ആ ക്ലയന്റ് എന്താണ് ആ ഒരു നല്ലൊരു റോൾ പ്ലേ മോഡലായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. അവരുമായിട്ട് പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണം. അവരെന്താണ് എൻകറേജ്മെന്റ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി. ഭയങ്കര ഓവറായിട്ട് എമ്പതി കാണിക്കേണ്ട ഒരു രീതി എന്നല്ല. നമ്മളൊരു തെറാപ്പിസ്റ്റ് ആണ്, അയാൾ ഒരു ക്ലയന്റുമാണ്, ആ എന്ന രീതിയിൽ ഈ ഒരു തെറാപ്പിന്റെ പ്രോസസ്സിങ് കൊണ്ടുപോവുക. പിന്നെന്താണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ക്ലയന്റിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കണം. അയാൾ എന്ത് ജീവിതത്തിന് അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്, അയാൾ എന്താണ് നമ്മൾ പറയാനുള്ളത്, അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ അതിന് ശേഷം എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പ്. കാരണം അയാളുടെ ലൈഫിൽ അനുഭവിച്ചിട്ട് എല്ലാ പ്രയാസങ്ങളും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ കുറേയൊക്കെ നമുക്ക് എന്താണ് റിയലിസ്റ്റിക് എന്ന് അൺറിയലിസ്റ്റിക് എന്ന് മനസ്സിലാക്കിയ ശേഷം രണ്ടും വേർതിരിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇതാണ് വേണ്ടത്, ഇതിന് ശേഷം രണ്ട് വേർതിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റാപ്പ് ബിൽഡപ്പ് ഈ ഒരു തെറാപ്പിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും എന്താണ് ഡീപ്പായിട്ട് അയാൾ ഒരു കാര്യം പറയാണ്. അപ്പോൾ ആ ഡീപ്പായ കാര്യങ്ങൾ അയാൾക്ക് പറയാം. അയാൾക്ക് തന്നെ പല സമയത്തും ഈ ആങ്സൈറ്റി ലെവലുള്ള ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എനിക്ക് തെറ്റാണല്ലോ, ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ചിന്ത അയാളുടെ മനസ്സിൽ മാത്രമായിരിക്കും ഇത്ര കാലം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വേർതിരിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അയാൾക്ക് നമ്മളോട് ഇഷ്ടം കൂടും, നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടി ഈ ഒരു തെറാപ്പിയിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ ഒരു 4 ഫേസ് ആയിട്ടാണ്, അല്ല ഒരു 3 ഫേസ് ആയിട്ട് സാധാരണ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഫേസ് എന്ന് പറയുന്നത് പിന്നെ അയാള് ചുറ്റുപാടും അയാളെ കൂടുതലായിട്ട് അനുഭവിക്കുന്ന അയാളെ ചിന്തകളെയും പിന്നെ അയാളുടെ മറ്റുള്ള ആളുകളെ കുറിച്ച് അയാൾക്ക് എന്താണ് പറയാനുള്ളത്, അയാൾ സ്വന്തത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുക. പിന്നെ എന്തെങ്കിലും അസംഷൻസ് ഉണ്ടെങ്കിൽ, അസംഷൻ മീൻസ് എന്തെങ്കിലും കോർ ബിലീഫോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് പിന്നെ ട്രോമയുമായിട്ട് ബന്ധപ്പെട്ട അയാൾ ടെൻഷനും കാര്യങ്ങളും ആ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ ഒരു മിഡിൽ ഫേസിലേക്ക് വരുന്ന സമയത്താണ് എക്സ്റ്റൻഷന്റെ തെറാപ്പിന്റെ യഥാർത്ഥ തുടങ്ങുന്നത്. അവിടെയാണ് നമ്മൾ സെൽഫ് അവയർനെസ് സ്റ്റാർട്ട് ചെയ്യുക. ആ പറഞ്ഞിട്ടുള്ള 6 ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുക. പരമാവധി എന്താണ് ആ ഓരോ സെഷൻ എന്താ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അയാളെ
എൻകറേജ്മെന്റ് ചെയ്യിപ്പിക്കുക. അയാളെ ഒരു ആ പ്രസന്റിൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു ടോക്കിലൂടെ നമുക്ക് അയാളെ ശരിക്കും ഞാൻ ആരാണ്, എൻ്റെ വാല്യൂ എന്താണെന്ന് ഈ ഒരു സിസ്റ്റമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഫൈനൽ സ്റ്റേജിൽ ശരിക്കും ഞാൻ ആരാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും അയാളെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഈ ഒരു 6 ടൂൾസും ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അയാൾക്കൊരു സ്വയം കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവണം. കാരണം എനിക്ക് എന്തൊക്കെയാണ് ലൈഫ് സംഭവിച്ചത്, എവിടെയാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്, എൻ്റെ ശരികൾ എന്തൊക്കെയായിരുന്നു, ഞാൻ അവരോട് പറഞ്ഞത് മോശമായിരുന്നു, എൻ്റെ ആ പെരുമാറ്റം വളരെ മോശമായി ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഈ ഒരു ഒറ്റ റീസൺ കാരണം എന്നൊക്കെ നമുക്ക് ഈ ഒരു 3 ഫേസ് വെച്ചിട്ട് ആളെ മാറ്റിയെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് ഈ ഒരു തെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് എക്സ്ട്രാ ടൂൾസുകൾ കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. എക്സ്ട്രാ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളെ എപ്പോഴും ഏതൊരു കൗൺസിലിംഗ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളാണ് സോക്രാറ്റിക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു ചോദ്യം ഒരു ഡീപ്പായിട്ട് ആളുമായിട്ട് കൂടുതൽ സംസാരിക്കുക. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എന്ത് മോട്ടിവേഷനാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്, നിങ്ങളെ പ്രയാസങ്ങൾ ഒരുപാട് ഞാൻ കേട്ടു, അതിൽ വളരെയധികം നിങ്ങളെ ആ ഉള്ളിൽ കിടക്കുന്ന ആ പ്രയാസങ്ങൾ ഞാൻ എൻ്റെ പ്രയാസങ്ങളായിട്ട് കാണുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ സോക്രാറ്റിക് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ ആള് കുറച്ചുകൂടി വില്ലിങ് ആവും, നമ്മൾ പറയാൻ കേൾക്കും. അല്ലാതെ നോർമലായിട്ട് ഒരു കൗൺസിലിംഗ് സെഷൻ പോലെ കഴിഞ്ഞ് അവിടെ പോകും. പിന്നെ അതേപോലെ ഗൈഡഡ് റിഫ്ലക്ഷൻ, അവിടെ അയാളുടെ പ്രശ്നത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയണം. എന്താണ് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടിയിട്ടുള്ളത്, അയാൾ എന്ത് പ്രശ്നമാണ് നമ്മളെ പറഞ്ഞിട്ട് ഡീപ്പായിട്ട് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഫിനോമിനോളജിക്കൽ എക്സ്പ്ലോറേഷൻ അത് ഏത് രീതിയിലാണ് പ്രകടിപ്പിക്കേണ്ടത്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അത് കഴിയണം. പിന്നെ ഒരു പാരഡോക്സിക്കൽ ഇന്റൻഷനും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് നിലവിൽ അവർക്ക് മെന്റലി എന്ത് ഡിസ്ട്രെസ് ആണ് ഉള്ളത് അത് മനസ്സിലാക്കുക. അത് കറൻലി ഇപ്പോൾ ഡിപ്രഷൻ ആവാം, ആങ്സൈറ്റി ആവാം, OCD ആവാം. അതിനനുസരിച്ച് നമ്മൾ കാരണം ഈ ഒരു തെറാപ്പി വെച്ചിട്ട് എല്ലാ കൗൺസിലിങ്ങും ഒരേപോലെ കൊടുക്കുക. കാരണം ചില ഇതിലൊക്കെ ടൂൾസിൽ മാറ്റങ്ങൾ ഉണ്ടാവും, എങ്കിൽ പോലും ആവശ്യത്തിലുള്ള ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കണം. കറക്റ്റ് എല്ലാ അസസ്മെന്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബിഹേവിയർ CBTന്റെ കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ മറ്റുള്ള തെറാപ്പികൾ RBTന്റെ ഈ ഒരു ഇമോഷൻ ടൂൾസ് കൂടെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ പലതരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പാരഡോഡിക് ഇൻഡെക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെയാണ് മീനിങ് ഓഫ് മേക്കിംഗ്, എന്തിനാണ് അവരെ ലൈഫിൽ പുതിയ ലൈഫിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നതിൻ്റെ മീൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ടൂൾസ് ഉണ്ട്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊരു ക്വസ്റ്റ്യനറാണ്, സെൽഫായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ലോഗോ തെറാപ്പി എന്നുള്ളത്, അതായത് ലോഗോ തെറാപ്പി എന്ന് പറയുന്നത് സ്വന്തം അവരെ കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത് അത് വെച്ചിട്ട് കാരണം നമ്മളൊരു ക്ലയന്റ് ആയിട്ട് അവരുടെ മുമ്പിൽ ഇരിക്കുന്നു, അവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ ഒരു ക്ലയന്റ് പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിനാണ് ലോഗോ തെറാപ്പി. ഈ ലോഗോ തെറാപ്പി എന്ന് പറയുന്നത് ഈ 4 പറഞ്ഞ ടൂൾസും ഈ ഒരു എക്സ്ക്യൂഷനിൽ പെട്ടതല്ല, എങ്കിൽ പോലും നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കേസിൽ, ഈ ഒരു തെറാപ്പിയിൽ. പിന്നെ ഒരു ഫൈനൽ തോട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ റിഫ്ലക്ഷൻ ഉണ്ടാവണം, അക്സെപ്റ്റൻസ് ഉണ്ടായി കൊടുക്കണം, ലൈഫിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു മീനിങ് ഉണ്ടായി കൊടുക്കണം. അതുപോലെ തന്നെ പേഴ്സണൽ ഫ്രീഡം, അവർക്ക് ഏതൊക്കെ രീതിയിലാണ് ഫ്രീഡങ്ങൾ ഉണ്ടായി കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ ലൈഫിൽ പ്രയാസങ്ങൾ അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. പിന്നെ പ്രത്യേകിച്ച് ഡൈവോഴ്സ്ഡ് കേസൊക്കെ, ഫാമിലി ഇഷ്യൂസ് ഉള്ള കേസിൽ പ്രധാനമായിട്ടും നമ്മൾ അവരോട് ഒരു കാര്യങ്ങൾ ഈ ഒരു തെറാപ്പി വെച്ച് പറയേണ്ടതാണ്. നിങ്ങളെ രണ്ടാളെയും ഒന്നിക്കാനല്ല ഞാൻ വന്നിട്ടുള്ളത്. പല കേസുകളും അവിടെയാണ് കോൺഫ്ലിക്റ്റ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇവരെ ചിന്ത ഈ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് രണ്ടാൾ ഒരുമിച്ച് നന്നാക്കി കൊണ്ടുപോകും എന്നുള്ള ചിന്തയാണ് പല ഇതിലുള്ളത്, ഈ ഒരു ക്ലയന്റിനുണ്ടാവും. പക്ഷെ ആ ചിന്തകൾ നമ്മൾ ഇവിടെ മാറ്റിയിട്ട് രണ്ടാളുകൾ പേഴ്സണൽ ഇൻഡിവിജ്വലായിട്ട് കൗൺസിലിംഗ് കൊടുത്ത് നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ഈ ഒരു എക്സ്റ്റൻഷൻ തെറാപ്പി വെച്ച് ഫാമിലി ലൈഫിൽ കൊണ്ടുപോകേണ്ടത്. അതും വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ചിന്തിക്കുന്നതാണ് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ പറയണം, ഭർത്താവും ഭാര്യയുടെ പ്രശ്നങ്ങൾ തീർത്ത് നല്ലൊരു സന്തോഷം ഹാപ്പി ആയി കൊണ്ടുപോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു തെറാപ്പി ബേസ് വെച്ചിട്ട് അവർക്ക് ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഓക്കെ അല്ലേ? ഓവറോൾ ചെറിയൊരു PPT ആണ്, ഒരുപാടൊന്നും ഈ ഒരു തെറാപ്പിനെ കുറിച്ച് പറയാനില്ല. പഠിക്കാം, പക്ഷെ ഹ്യൂമനിസ്റ്റിക് തെറാപ്പിയിലൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കാൾ റോജേഴ്സിന്റെ ഒരുപാട് തിയറി ബേസിച്ച് ഒരുപാട് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ച് ശ്രമിക്കുക. ഓക്കെ അല്ലേ എല്ലാവരും?
അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ. ഓക്കെ, ഇതിന് സെഷൻ എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു 3 സെഷൻ 4 സെഷൻ മതി. ഈ ഒരു തെറാപ്പി നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് ഓരോ സെഷനും ഈ 3 ഫേസ് വെച്ച് കൊണ്ടുപോകും. നമ്മൾ പറഞ്ഞില്ലേ ഓരോ സെഷനും 3 ഫേസ് ആണ് വേണ്ടത്. 4 സെഷൻ മാക്സിമം പോയാൽ 4. കാരണം അയാളെ പ്രശ്നത്തിന് പകരം പ്രശ്നത്തിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അയാളെ കൂടുതലായിട്ട് അയാളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ ഒരു സെൽഫ്, അതായത് റെസ്പോൺസിബിലിറ്റി സ്വന്തം എന്താണ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആൾ ഓക്കെ ആവും. കാരണം അയാളെ പ്രശ്നം ഇവിടെ നിന്നാണ് മനസ്സിലാകുന്നുണ്ട്. ആ പ്രശ്നത്തിന് എന്ത് സൊല്യൂഷനാണ് എടുക്കേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലാകും. എന്ത് കാരണത്താലാണ് വരുന്നത് എന്ന് വെച്ചിട്ട്. കോസ്റ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ സെഷൻ എത്രയാണ് വാങ്ങുന്നതെങ്കിൽ അത് മതി. ഇനിയിപ്പോൾ കുറഞ്ഞതാണെങ്കിൽ വാങ്ങുന്നില്ല എങ്കിൽ അതും മതി. ഇതിന് എക്സ്റ്റൻഷൻ ബുക്ക് എന്നൊരു പുസ്തകം തന്നെയുണ്ട്. പിന്നെ ഒരു പബ്ലിക് ഗ്രൂപ്പ്, നമ്മളെ ഒരു ഗ്രൂപ്പിൽ പിന്നെ സാറിനോട് ചോദിക്കണം ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഞാൻ അയച്ചു തരാം. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ. എംഫിലിന്റെ ഇതൊന്നും അയച്ചായിരുന്നു, അതിന്റെ ബുക്സ് ഏതൊക്കെയാണ് സാറ് മറന്നുപോയി? അതെ, ഞാനേ പറഞ്ഞു. ഞാൻ എന്തായാലും പറഞ്ഞ അയച്ചു തരാട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ അയച്ചു തരാം. റോബ് സാർ എന്തോ ചോദിച്ചു, ഞാൻ നോക്കട്ടെ. ചാറ്റ് ബോക്സിൽ എന്തോ ഇട്ടിട്ടുണ്ട്. യെസ്, ഇത് ജനറൽ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ്. അതിപ്പോ ഏതൊരു മേഖലയിലും നമുക്കിത് ഒരു സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ചോദ്യമാണ്. ഇത് ജനറൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളെ സ്വന്തം അയാളെ ചിന്തകളെ മനസ്സിലാക്കി കൊടുക്കുക, അയാളെ പ്രയാസങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക, അയാളെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അയാളെ ഫാമിലി, അയാളെ കുട്ടികളെ കുറിച്ചൊക്കെ ഒരാളെ കുറിച്ച് ഒരുപാട് ഒരു അവബോധം ഉണ്ടാക്കുക, നല്ലൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സാറ് ആരോടെങ്കിലും പ്രാക്ടീസ് ചോദിച്ചാൽ ആരും കൂടെ ഇരിക്കൂല എന്നാണല്ലോ പറയണേ. എന്തിന്? നമുക്ക് ഓരോന്നൊന്ന് പഠിക്കാനൊക്കെ വേണ്ടി. അതെ, നമുക്ക് ഒരു കേസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ CBTന്റെ എല്ലാ ഇതുവരെ നടന്നിട്ടുള്ള ബാച്ചൊക്കെ നമ്മൾ ഒരുമിച്ച്. ഇപ്പോൾ റമദാൻ കഴിഞ്ഞിട്ടോ നമുക്ക് ആദ്യം എന്തായാലും പ്രാക്ടിക്കൽ സെഷൻ ഒരു 4-5 കേസുമായിട്ട് ഞാൻ വരും. അതേപോലെ നിങ്ങൾ രണ്ടുപേരും ഒരു 1, 2, 3 ആളുകൾ തയ്യാറായിട്ട് വരിക. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ഓൺലൈൻ, പിന്നെ ഓഫ്ലൈൻ നമ്മളത് സാറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാന്ന് അറിയില്ല. ഒക്കെ എന്തായാലും റംസാൻ കഴിഞ്ഞിട്ടായിരിക്കും. റംസാനിന് പല ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നോമ്പും കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് എല്ലാം വരുന്ന വഴികളുണ്ട്. നമ്മൾക്ക് എന്തായാലും ചർച്ചകളുണ്ട്. കാരണം ഒരു ഫ്രീ വെബിനാർ പോലെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കൂടുന്നു. അതിലാണ് കുറെ ആളുകൾ വരുന്നത്. പക്ഷെ അപ്പോൾ ഒരു കേസ് ഡിസ്കഷൻ ആകുമ്പോൾ കുറച്ചുകൂടി പല കേസുകൾക്കൊക്കെ എല്ലാവർക്കും, എനിക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവർക്കും ഓരോ രീതിയിൽ കൊണ്ടുപോകാം. ക്ലയന്റിന്റെ എണ്ണം ഒന്നും വെക്കാൻ പറ്റൂല സാറേ. അപ്പൊ എങ്ങനെയാ പറയാ? എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കുറെ ഉണ്ട്. ഏതായാലും യെസ്, പറയൂ. ഇതുപോലെ ഒരു തെറപ്പി, ലോഗോ തെറപ്പി എന്നുണ്ടല്ലോ, അതും എക്സിസ്റ്റൻഷ്യൽ തെറപ്പിയും സെയിം ആണോ? എന്താണ് ഡിഫറൻസ്? ഏകദേശം പിന്നെ ഇതിൽ നമ്മൾ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഏകദേശം ഒന്ന് തന്നെയാണ്. ലോഗോ തെറാപ്പി ഇതിൽ തന്നെയാണ്. കാരണം അയാളെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക, അയാളെ സ്വപ്നം, പിന്നെ അയാളെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക, അതൊക്കെയാണ് ഇതിൽ സാധാരണ ലോഗോ തെറാപ്പിയിൽ ചെയ്യുന്നത്. ഇതും അതേ തന്നെയാണ്. ഓക്കെ സർ, താങ്ക് യു. ഈ സെൽഫ് ഡിസ്ക്ലോഷർ സാറേ, പറയൂ. ഈ സെൽഫ് ഡിസ്ക്ലോഷർ ആണോ ഈ ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞിരിക്കും? അതും വേണമെങ്കിൽ പറയാം. കാരണം മീനിങ് ഇൻ ലൈഫിൽ അയാളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഏകദേശം അത് പറഞ്ഞതൊക്കെ. കാരണം അയാളുടെ ലൈഫിൽ ഡിസ്കോസ് എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ ലൈഫിൽ ഒന്നും ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നും അയാൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് വളരെ കാര്യമാണല്ലോ. അതും ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്നതിനെയാണ് ലോഗോ തെറാപ്പി എന്ന് പറയും. പക്ഷെ അതിലെന്താണ്, അതിന് ബേസ് വെച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പേഴ്സണാലിറ്റി തിയറിയിലെ പല തിയറികൾ ഉപയോഗിക്കും.
പിന്നെ അയാളെ ഒരു ഫ്രീഡം ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ തെറാപ്പി ഉണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇത് കുടിപ്പിക്കും, ഇമോഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് RBT കുറച്ച് ഉപയോഗിക്കും. ഇതെല്ലാം കൂടി മിക്സഡ് ആക്കി വരുമ്പോൾ എന്താണ് ഒരു ലോഗോ തെറാപ്പി ആയി. ഓക്കെ. അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു പിന്നെ പാരഡോക്സിക്കൽ ഇന്റൻഷനും ലോഗോ തെറാപ്പി ഒരുമിച്ചാണ് വരുന്നത്. കാരണം ഇപ്പം നിലവിൽ അയാൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അതിൽ നിന്നും എന്താണ് ഒരു എക്സാജറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ലെവലൊക്കെ കുറച്ച് നല്ല രീതിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉപയോഗിക്കുന്നതാണ് ലോഗോ തെറാപ്പി. പിന്നെ കുട്ടികൾക്കൊക്കെ എന്താണ് എക്സാം ആങ്സൈറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ എന്താണ് ലോഗോ തെറാപ്പി നല്ലപോലെ എന്താണ് നല്ലതാണ്. പിന്നെ ക്രോണിക് സ്റ്റൊമാറ്റോ പിന്നെ സൊമാറ്റോ പിന്നെ ഡിസോർഡർ കാര്യങ്ങളുള്ള ആളുകൾക്ക് അവർക്കൊക്കെ എന്താണ് ഈ ഒരു ലോഗോ തെറാപ്പി ഈ പറഞ്ഞ എക്സ്റ്റൻഷനിലൊക്കെ വളരെ ഉപകാരപ്പെട്ടതായി. കാരണം അവർക്ക് എന്താണ് ഈ ഒരു ആങ്സൈറ്റി ലെവൽ എന്താണ്, സൊമാറ്റോ ഫോം എന്താണ്, എന്തോ ഒരു വേദന, ശാരീരികമായിട്ടൊരു വേദനകൾ അവർ അസ്വസ്ഥമാക്കുന്നു, എന്താണ് വ്യക്തമല്ല. ഡോക്ടറെ കാണിക്കുമ്പോൾ പറയും ഡോക്ടർ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അതിനെപ്പറ്റി എന്താണ് വ്യക്തമായിട്ടൊരു ധാരണ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താണ് സൊമാറ്റോ ഫോം ഡിസോർഡർ, എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള അസുഖം, എന്താണ് നിങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്ന ചിന്തകൾ, എന്താ, ഇതെല്ലാം വേർതിരിച്ച് പറഞ്ഞ് നമ്മൾ റെലവെന്റ് ആയിട്ട് കാര്യങ്ങൾ അവയർനെസ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞിട്ട് ആൾ ഓക്കെ ആവും. പക്ഷെ റിപ്പീറ്റഡ് ആയി 1 സെഷനും 2 സെഷനും അയക്കില്ല. ഈ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ ഒരുപാട് ചിലപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ അവർ ഇരുത്തേണ്ടി വരും, പ്രത്യേകിച്ച് ഈ സൊമാറ്റോവുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഓക്കെ. താങ്ക് യു. ഇതിലിപ്പോ കീ കൺസെപ്റ്റിൽ ഫ്രീഡം ഉണ്ട്, പിന്നെ റെസ്പോൺസിബിലിറ്റി, ഇത്തരം കാര്യങ്ങളല്ലേ അതെ അതെ റെസ്പോൺസിബിലിറ്റി കീ കൺസെപ്റ്റ് ആയിട്ട് ഇതൊക്കെ? അതെ അതെ. സാറേ തെറാപ്പിസ്റ്റ് ഒക്കെ കേട്ടെങ്കിലും ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതായ ഒരു ക്ലൂ കിട്ടുന്നില്ല. അതിപ്പോ ഒരു കേസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കേസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മളൊരു എക്ലറ്റിക് അപ്രോച്ച് ഉപയോഗിക്കുക. എന്താണ് ആദ്യം നമുക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് അങ്ങോട്ട് ചെയ്യുക. കാരണം കേസ് എന്താണ് അയാളെ പറ്റി പൂർണ്ണമായിട്ട് നമ്മൾ അറിയുക, അയാളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അയാൾ ഓപ്പൺ ആവാൻ ശ്രമിക്കുക, നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് മതി പിന്നെ പ്രശ്നത്തിലേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആളുകളോട് ചോദിക്കണം, നിങ്ങളെ അറിയുന്ന ആളെ ഫ്രണ്ട് സർക്കിളിലേക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖല, കാരണം എനിക്കൊരു കേസ് വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോസസ്സിങ് പോകേണ്ടത്, ഏത് തെറാപ്പിയാണ് കൊടുക്കേണ്ടത്. കൺഫ്യൂഷൻ വന്നത് ആ കൺഫ്യൂഷൻ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ആ ക്ലയന്റുമായിട്ട് ഡീലിംഗ് ചെയ്യരുത്. ഒരു സെഷൻ അയാളെ പൂർണ്ണമായും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അയാളെ പിന്നൊന്ന് മനസ്സിലാക്കുക. എന്നാൽ അടുത്ത ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസോ എന്തുപോലെ എന്തെങ്കിലും ചെറിയൊരു ആക്റ്റീവ് തൽക്കാലം ഒന്ന് കൊടുക്കാൻ പറ്റുന്നത് കൊടുത്തിട്ട് അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാനുമായിട്ട് പോവുക. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അവിടെ മാറിക്കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഏതായാലും നമുക്കിനി നോമ്പൊക്കെയാണ്, ചിലപ്പോൾ ക്ലാസ്സുകൾക്കൊക്കെ സമയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഗ്രൂപ്പിൽ അറിയിക്കും. ചിലപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ചകൾ ചിലപ്പോൾ ഈ ഒരു സമയം ആയിരിക്കില്ല, ഇനി വരുന്ന വെള്ളിയാഴ്ച ചിലപ്പോൾ ഉച്ച സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ പറ്റുന്ന ആളുകൾ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ അത് പിന്നെ എല്ലാവർക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സമയം രാത്രിക്ക് ഓവറായിട്ട് നൈറ്റ് 8:30-9 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഒരുപാട് സമയം പോവുമല്ലോ. ഇതും എല്ലാവരും പരിഗണനയിലുണ്ട്. നമുക്ക് എല്ലാവരും കൊടുക്കുന്നത് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവണം. ആ ഒരു രീതി ചിന്തിക്കുന്നതാണ് വിംബിൾ അക്കാദമി. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്തായാലും ടൈമിങ്ങിനെ പറ്റിയും. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നാലും നല്ലൊരു ദിവസം നേരിയ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night.